പ്രിയപ്പെട്ട കുട്ടികളെ, അദബ് ഉറുദു അക്ഷരമാലയിലെ അവസാനത്തെ 7 അക്ഷരങ്ങളാണ് ഇന്ന് നാം പറയാൻ പോകുന്നത്. ഏതൊക്കെയെന്ന് നോക്കിക്കോളൂ. കഴിഞ്ഞ 4 ഭാഗങ്ങളിലായി നാം പറഞ്ഞ അക്ഷരങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരങ്ങൾ നോക്കൂ. 7 അക്ഷരങ്ങളാണ്. ഉറുദു അക്ഷരമാലയിലെ അവസാനത്തെ 7 അക്ഷരങ്ങളാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത്. ആദ്യ അക്ഷരം നോക്കൂ, ലാം. ലാം എഴുതുന്നത് നോക്കിക്കോളൂ. എളുപ്പമാണ് അല്ലേ? ലാം കൊണ്ടുള്ള ഒരു വാക്ക് ശ്രദ്ധിക്കൂ, ലഡു. അതെ, നമ്മൾ ലഡു എന്ന് പറയാറില്ലേ? അത് തന്നെയാണ് ഉറുദുവിലും ലഡു. അടുത്ത അക്ഷരം നോക്കൂ, മീം. മീം എഴുതുന്നത് ശ്രദ്ധിക്കണേ. മീം കൊണ്ടുള്ള ഒരു വാക്ക് നോക്കൂ, മേസ്. മേസ് മലയാളത്തിൽ മേശ. അടുത്ത അക്ഷരം നോക്കിക്കോളൂ, നൂൻ. നൂൻ. നൂന് കൊണ്ടുള്ള ഒരു വാക്ക് ശ്രദ്ധിച്ചാലും, നദി. നദി. അതെ, മലയാളത്തിലും നമ്മൾ പറയാറുണ്ട് നദി എന്ന്. അതെ, പുഴ. അടുത്ത അക്ഷരം നോക്കൂ, വാവ്. വാവ്. വാവ് എഴുതുന്നത് നോക്കണേ. വാവ് കൊണ്ടുള്ള ഒരു വാക്ക് നോക്കൂ, വക്കീൽ. വക്കീൽ. അതേ, മലയാളത്തിൽ നമ്മൾ വക്കീൽ എന്ന് പറയാറില്ലേ? അത് തന്നെയാണ് ഉറുദുവിലും. അഡ്വക്കേറ്റ് എന്നൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം, വക്കീൽ. അടുത്ത അക്ഷരം നോക്കൂ, ഹേ. ഹേ. ഹേ കൊണ്ടുള്ളൊരു വാക്ക് ശ്രദ്ധിച്ചാലും, ഹോട്ടൽ. ഹോട്ടൽ. ഉറുദുവിൽ ഹേ എഴുതുന്നത് 4 വിധത്തിലുണ്ട്. തുടക്കത്തിലും നടുവിലും അവസാനത്തിലും മറ്റൊരു അക്ഷരത്തോടൊപ്പം ചേർന്ന് വരുന്നതുമായ ഹേകൾ ഉറുദുവിലുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ഭാഗങ്ങളിലായി മനസ്സിലാക്കാം. അവസാനത്തെ അക്ഷരം നോക്കൂ, യേ. യേ. ഇന്ന് നാം പറഞ്ഞ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്നറിയില്ലേ? ലാം, മീം, നൂൻ, വാവ്, ഹേ, യേ. ഇങ്ങനെ 7 അക്ഷരങ്ങളാണ് ഇന്ന് നാം പറഞ്ഞത്. വരയുള്ള ബുക്കിൽ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കണേ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഉറുദു അക്ഷരമാലയിലെ മുഴുവൻ അക്ഷരങ്ങളും നാം ഇതോടുകൂടെ പഠിച്ചു കഴിഞ്ഞു. എഴുതാനും പഠിച്ചു. ഇനി നമുക്ക് ഉറുദു കൂട്ടി എഴുതുന്ന അക്ഷരങ്ങളുണ്ട്, അതുകൂടെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ആ ക്ലാസ് കേൾക്കുന്നത് വരെ ബൈ ബൈ. ശുക്രിയ. ഖുദാ ഹാഫിസ്.